ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇത്തവണത്തെ വേൾഡ് കപ്പ് ഫൈനൽ ആരൊക്കെ തമ്മിലായിരിക്കും എന്നുള്ളതാണ് ആരാധകർ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന കാര്യം. ഫ്രാൻസ് സെമി ഫൈനൽ യോഗ്യത കരസ്ഥമാക്കിയിട്ടുണ്ട്. ഫ്രാൻസ് ഫൈനലിന് യോഗ്യത നേടാനുള്ള ഒരു വലിയ സാധ്യത അവിടെ അവശേഷിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ അവിടെ സ്പെയിൻ വരാൻ സാധ്യതയുണ്ട്. മറുഭാഗത്തേക്ക് നോക്കുമ്പോൾ അർജന്റീന ഫൈനലിൽ എത്താൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഇംഗ്ലണ്ട് അവിടെ വരാൻ സാധ്യതയുണ്ട്. ആരായിരിക്കും ഫൈനലിൽ ഏറ്റുമുട്ടുക എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം. ഇതുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായം ഇപ്പോൾ സ്പാനിഷ് ഇതിഹാസമായ ഐക്കർ കസിയസ് പങ്കുവച്ചിട്ടുണ്ട്. അതായത് ഇത്തവണത്തെ വേൾഡ് കപ്പ് ഫൈനലിൽ അർജന്റീനയും സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടേണ്ടി വന്നാൽ ആ മത്സരത്തിലെ ഫേവറേറ്റുകൾ അത് സ്പെയിൻ തന്നെയായിരിക്കും എന്നാണ് കസിയസ് പറഞ്ഞിട്ടുള്ളത്. അതായത് നിലവിൽ അർജന്റീനയേക്കാൾ മികവ് പുലർത്തുന്നത് സ്പെയിൻ തന്നെയാണ്. സ്പെയിൻ രണ്ടാമത്തെ വേൾഡ് കപ്പ് കിരീടം ഇത്തവണ സ്വന്തമാക്കാൻ ഏറെ സാധ്യതകൾ ഉണ്ട് എന്നൊക്കെയാണ് കസിയസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: സ്പെയിനിന് ഇപ്പോൾ ഒരു വേൾഡ് കപ്പ് മാത്രമേ ഉള്ളൂ എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇത്തവണ അത് തിരുത്തി കുറിക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഫ്രാൻസിനെ സെമി ഫൈനലിൽ നമുക്ക് മറികടക്കേണ്ടതുണ്ട്. പിന്നീട് ഫൈനലിൽ എതിരാളികൾ അർജന്റീനയാകും. അർജന്റീനയും സ്പെയിനും തമ്മിൽ ഫൈനൽ വന്നാൽ അതിലെ ഫേവറേറ്റുകൾ സ്പെയിൻ തന്നെയാണ്. കിരീടം നേടാൻ സാധ്യത സ്പെയിനിന് തന്നെയാണ്. ഇതാണ് ഐക്കർ കസിയസ് പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ അർജന്റീനയെക്കുറിച്ച് മറ്റൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നടത്തിയിരുന്നു. അതായത് പലപ്പോഴും അർജന്റീന വിജയിക്കുന്നത് ഭാഗ്യം കൊണ്ടാണ്. ആ ഭാഗ്യം എപ്പോഴും അർജന്റീനയെ തുണക്കണമെന്നില്ല എന്നാണ് ഇപ്പോൾ കസിയസ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അർജന്റീനയുടെ ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റിനെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്ന് നടക്കുന്ന മത്സരത്തിൽ സ്പെയിൻ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. എതിരാളികൾ ബെൽജിയമാണ്. ഇന്ന് അർദ്ധരാത്രി ഇന്ത്യൻ സമയം 12:30 ഈ ഒരു മത്സരം നടക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.